അങ്ങനെ ഫൈനലി കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിവീർ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് എത്തിച്ചതാണ്. ഈ മാസം കറക്റ്റ് പറയുകയാണെങ്കിൽ 13 ഫെബ്രുവരി 13 മുതൽ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയിലേക്ക് കാലിക്കറ്റ് എയറോ തിരുവനന്തപുരം എയറോ 2 എയറോന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം സെയിം ആണ്. ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഡിസ്ട്രിക്ട് വൈസ് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയാൻ പറയാം. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ 4 വർഷത്തെ സേവനമാണ് ആർമിയിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അഗ്നിവീറാണ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കുക കേട്ടോ. വീഡിയോ നാളെ മറ്റന്നാളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഏപ്രിൽ മാസം 1 വരെ, അതായത് 1.5 മാസം ടൈം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം അപേക്ഷ അയക്കാൻ ശ്രമിക്കാം. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമി. ഈ ഒരു നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് എയറോൻ്റെയാണ്. അത് ഞാൻ ആദ്യം പറയാം. ഇവിടെ കാണാം അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം. അഗ്നിപഥ് സ്കീം 2027 വർഷത്തിലേക്കുള്ള അഗ്നിവീർ 13 ഫെബ്രുവരി 2026 വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. 13 ഫെബ്രുവരി മുതൽ ഏപ്രിൽ 1 വരെ നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, ഏപ്രിൽ മാസം 1 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. joinindianarmy.nic.in. എക്സാമിനേഷനാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. ജൂൺ മാസം 1 മുതൽ 15 വരെയാണ് എക്സാം ഡേറ്റ്. ടെൻറ്റേറ്റീവ് ആണ്, ചേഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ജൂൺ. ഏകദേശം 4 മാസം മാത്രമാണ് സമയം കിട്ടുന്നത് പഠിക്കാൻ. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. അതുകൂടാതെ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം നിങ്ങൾ മാക്സിമം ഉപകാരപ്പെടുത്തുക. കാരണം യൂട്യൂബ് ക്ലാസ്സുകൾ, പിന്നെ പെയ്ഡ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ വിനിയോഗപ്പെടുത്തുക. ബുക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കാലിക്കറ്റ് എയറോൻ്റെ അണ്ടറിൽ വരുന്ന ജില്ലകൾ കാണാം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആൻഡ് മാഹെ. ഈ പറയുന്ന ജില്ലക്കാർക്കും പിന്നെ യൂണിയൻ ടെറിട്ടറിക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ പോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അഗ്നിവീർ GD ജനറൽ ഡ്യൂട്ടി വരുന്നുണ്ട്. 10th പാസ്സാണ്. 45% മാർക്ക് വേണം. പിന്നെ 33% മാർക്ക് എല്ലാ സബ്ജക്റ്റിലും വേണം. പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ റിക്രൂട്ട്മെന്റ് GD ഡ്രൈവർ റിക്രൂട്ട്മെന്റിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം. 10ാം ക്ലാസ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 17.5 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ്. 22 വയസ്സ് വരെ. ഓക്കെ, 17 to 22. അപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. 22 വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 21 മുന്നേക്കെ വന്നത്. ഇപ്പോൾ 22 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അഗ്നിവീർ ടെക്നിക്കൽ പോസ്റ്റ് വരുന്നുണ്ട്. +2 സയൻസ് വേണം. 50% മാർക്ക് വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് NIOS സർട്ടിഫിക്കറ്റ് ITI കോഴ്സൊക്കെ ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വൊക്കേഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ലിസ്റ്റ് ഓഫ് വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ഇവിടെ കാണാം. അതുമല്ലെങ്കിൽ 10ാം ക്ലാസ് 50% മാർക്കോടുകൂടി പാസ്സാവുക. പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ് ഫ്രം ITI ഓർ 2-3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സ്ട്രീമുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഡിപ്ലോമ ഉള്ളവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതാണ് അഗ്നിവീർ ടെക്നിക്കലിൻ്റെ ക്വാളിഫിക്കേഷൻ. 17 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ഇനി അടുത്ത പോസ്റ്റ് ഈ സ്ട്രീമും വരുന്നുണ്ട്. ടെക്നിക്കലിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സ്ട്രീമും വരുന്നുണ്ട്. ഇനി ക്ലർക്കാണ്. സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ. ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ. +2 എനി സ്ട്രീമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു +2 60% മാർക്കോടുകൂടി പാസ്സായാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 22 വയസ്സ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ ആണ്. ഓളാംസ് ട്രേഡ്സ്മാൻ വരുന്നുണ്ട്. 10th പാസും വരുന്നുണ്ട്, 8th പാസും വരുന്നുണ്ട്. പേര് പോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായവർക്ക് 10th പാസിലേക്കും 8ാം ക്ലാസ് മിനിമം യോഗ്യത ഉള്ളവർക്ക് 8th പാസിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. 33% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. 17 വയസ്സ് മുതൽ 22 അതിലേക്കുമുള്ള ഏജ് ലിമിറ്റ്. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും 22 വയസ്സ് വരെയാണ് പറയുന്നത്. ജൂലൈ 1, 2005 മുതൽ ജൂലൈ 1, 2009 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഇനി ഹൈറ്റ് വേണ്ടത് GDയിലേക്കും ട്രേഡ്സ്മാനിലേക്കും 166 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ടെക്നിക്കലിലേക്ക് 165 സെൻറ്റിമീറ്റർ വേണം. അഗ്നിവീർ ക്ലർക്ക് ഓർ സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്ക് 162 സെൻറ്റിമീറ്റർ വേണം. എല്ലാ പോസ്റ്റിലേക്കും 77 സെൻറ്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഉണ്ടാവണം. അതായത് 82 സെൻറ്റിമീറ്റർ
എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ അളവ് വേണം. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. NCC സർട്ടിഫിക്കറ്റുകാർക്ക് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ NCC ഹോൾഡേഴ്സൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി സേവാനിധി പാക്കേജ്, അഗ്നിവീർ സാലറി പാക്കേജ് ഇവിടെ കാണാം. ഫസ്റ്റ് ഇയർ 30,000, പിന്നെ സെക്കൻഡ് ഇയർ 33,000, മൂന്നാമത്തെ വർഷം 36,500, നാലാമത്തെ വർഷം 40,000 രൂപയാണ് സാലറി. പിന്നെ അഗ്നിവീർ ആണ്, നമുക്കറിയാം 4 വർഷത്തെ സേവനം, അതിനുശേഷം റിട്ടയർ ആകുമ്പോൾ 10,04,000 രൂപ സേവാനിധി പാക്കേജ് ആയിട്ട് അവർ തരും. അപ്പോൾ ആദ്യം എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കേരളത്തിൽ പരീക്ഷാ സെന്ററൊക്കെ ഉണ്ടാവും. എക്സാമിന് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും. ഇവിടെ കാണാം മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. 30 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇതിന് ശേഷം പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. 5 മിനിറ്റ് 30 സെക്കൻഡിന് താഴെ ഓടിക്കേറിയാൽ 60 മാർക്ക് കിട്ടും. 10 പുള്ളപ്പ് എടുത്താൽ 40 മാർക്ക്. അത് എക്സലന്റ് ആണ്. ഗ്രൂപ്പ് 1. ഇനി ഗ്രൂപ്പ് 2 5 മിനിറ്റ് 31 മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡിന്റെ ഉള്ളിൽ ഓടിക്കേറിയാൽ 48 മാർക്കാണ്. 9 പുള്ളപ്പ് എടുത്താൽ 33 മാർക്കും കിട്ടും. അത് ഗ്രൂപ്പ് 2. ഇനി ഗ്രൂപ്പ് 3 എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് 46 മുതൽ 6 മിനിറ്റിന്റെ ഇടയിൽ ഓടിക്കേറിയാൽ 36 മാർക്കും 8 പുള്ളപ്പ് എടുത്താൽ 27 മാർക്ക്. ഗ്രൂപ്പ് 4 6 മിനിറ്റ് 1 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് 15 സെക്കൻഡിന്റെ ഉള്ളിൽ ഓടിക്കേറിയാൽ 24 മാർക്ക് കിട്ടും. 7 പുള്ളപ്പ് എടുത്താൽ 21 മാർക്ക്. 6 പുള്ളപ്പ് എടുത്താൽ 16 മാർക്ക്. മിനിമം നിങ്ങൾ 6 പുള്ളപ്പും 6 മിനിറ്റ് 15 സെക്കൻഡിന്റെ ഉള്ളിൽ ഓടിക്കേറും വേണം. അപ്പോൾ ഈ ഒരു റണ്ണിങ് കഴിഞ്ഞാൽ പിന്നെ 9 ഫീറ്റ് ഡിച്ച്, ലോങ് ജമ്പ് 9 ഫീറ്റ് ഡിച്ച് വരുന്നുണ്ട്. പിന്നെ 6 ആക്ക് ബാലൻസും വരുന്നുണ്ട്. അപ്പോൾ റണ്ണിങ് ഒക്കെ ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. ആദ്യം എക്സാം ആണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ റണ്ണിങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. പിന്നെ മെഡിക്കൽ എക്സാം വരുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ ഒരു വീഡിയോ കണ്ടുവരിക. അപ്പോൾ ഇനി തിരുവനന്തപുരം എറോ, TVM എറോൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അൺമാരിഡ് മെയിൽസിന് അപ്ലൈ ചെയ്യാം. 2027 അണ്ടർ അഗ്നിപഥ് സ്കീം. ഫെബ്രുവരി 13 മുതൽ ഏപ്രിൽ 1 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ജൂൺ മാസം തന്നെയാണ് എക്സാം വരുന്നത്. ക്വാളിഫിക്കേഷനും പോസ്റ്റും ഏജ് ലിമിറ്റും ഒക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ പറയുന്ന ജില്ലക്കാർ, നേരത്തെ പറഞ്ഞത് കാലിക്കട്ട് എയറോൻ്റെ കീഴിലാണെങ്കിൽ ഇവിടെ TVM എയറോൻ്റെ അണ്ടറിൽ വരുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി. ഇത്രയും ഡിസ്ട്രിക്ട്സ് TVM തിരുവനന്തപുരം എയറോൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് രണ്ടാമത് എടുത്ത് പറയുന്നില്ല. ഒക്കെ സെയിം ആണ്, ഒരു വ്യത്യാസം വരുന്നില്ല. ഞാൻ പറഞ്ഞ ജില്ലക്കാർ, ഈ പറഞ്ഞ ജില്ലക്കാർ മാത്രം TVM എയറോൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ആർമി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.